ഇത് തുറക്കാൻ പറ്റത്തില്ല. ഇത് കുടുംബക്കല്ലറയല്ല അല്ലെന്നാ പറഞ്ഞേ. ആക്കാൻ വേണമെങ്കിൽ ജേക്കബ്. മുത്തിന് അബ്രഹാം എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് അവിടെ മാമൂട്ടി അത് വേറെ പേര്. അത് വിളിക്കത്തില്ല. വിളിച്ചേ അപ്പച്ചാന്ന് വിളിച്ചേ. അത് രാമു ഇവിടെ ആരാ കിടക്കുന്നേ? ആരാ കിടക്കുന്നേ? അപ്പച്ച 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 ആരാ? ദുഃഖ ശനിയാഴ്ച പപ്പയുടെ സെമിത്തേരിയിലെ ധൂപം വെപ്പിന് വന്നതാണ്. ഇതാണ് നമ്മുടെ ചെറുപ്പം ചിലവഴിച്ച പള്ളിമുറ്റം. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ ഓമല്ലൂരോട്ട് വയൽവാണിഭം കാണാൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അമ്മ കുറേ തവണയായിട്ട് പറഞ്ഞതാണേ. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ് കെട്ടിച്ച് അന്ത പേരുന്ന മതി. പറഞ്ഞു വേണം. എത്ര ഇത്? 100 ആണോ? അത് വേണ്ട, അത്രയും ഉണ്ട്. ഇങ്ങനത്തെ അല്ല താഴെ ജാനി താഴെ വീഴുന്ന വീടല്ലേ. ഷോട്ടില്ല, മേടിക്കാൻ ചെടി മേടിക്കാം. പക്ഷെ അവിടെ നാടാ ഈ കപ്പി വേണ്ടേ കിണറിന്? വലിയൊരാമ അല്ല അമ്മ പോലും തിന്നുന്നതല്ല, ചുക്ക് കാപ്പി ഇടുന്ന. കണ്ട് സ്റ്റാൻഡ് ഞാനും വട്ടത്തില് വെള്ള നമ്മുടെ വീട്ടിൽ ഏതാ കണ്ടേ? മാമി ഇത് കണ്ടോ? പെൻസിൽ ചുവന്ന വയർ അമ്മ കളിപ്പിച്ച്
എന്തുവായിരുന്നു എൻ്റെ പേരാ മറന്നു. മാമി മാമി തലയുടെ മണ്ടയ്ക്കത്തെ സാധനം രാമൻ. ഇത് നല്ല സാധനം. ഇത് എത്ര ആയിരുന്നു ചേട്ടന്? 100 രൂപ വേണോ? ഇത് മേടിക്കട്ടെ, ഒരെണ്ണം പോരെ? ഒരു 100 രൂപ, ഒരു 100 രൂപ പുള്ളിക്ക് കൈനീട്ടം കൊടുക്കാതെ. ഗൂഗിൾ പേ പറ്റത്തില്ല. ആ എന്താ പറ്റാ? 20 ചില്ലറ ഇല്ല. 100 200 അല്ലേ അത്? 200. ഇത് 20. 200 ശരിയാ. ഷൂ പച്ച കളറായിരുന്നു ഇത്ര നേരം. ചേട്ടാ ഇവിടെയൊക്കെ കടകളിലെ പാട്ടിട്ടേക്കുന്ന ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. അതിന് ഞാൻ വോയിസ് അങ്ങ് കട്ട് ചെയ്തതാണേ. ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വലിയ ബാധ കയറിയ പോലെ ഏത് മേടിക്കണം, എവിടെ നിന്ന് മേടിക്കണം എന്നുള്ളതാകെ കൺഫ്യൂഷനായി. എന്തായാലും നമുക്ക് അത്യാവശ്യമുള്ളതൊക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ച് കുറേശ്ശെ വരുമ്പോഴത്തേക്ക് വലിയൊരു തുകയാവും. എന്തായാലും ഇതുപോലൊക്കെ ഉള്ളിടത്ത് വന്ന് പെട്ട് കഴിഞ്ഞാൽ പെട്ടതാ. അമ്മയ്ക്ക് ചെറുകോൽപ്പുഴ കൺവെൻഷനും മാരാമണ്ണ് പോകണമെന്നും ഒക്കെ പറഞ്ഞതാണ്. അന്നൊന്നും എനിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇത് 15-ാം തീയതിയോടെ കഴിയും. അതിനു മുമ്പേ അമ്മയെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അപ്പോൾ ഇവിടെ വരെ വന്നപ്പം ഇങ്ങോട്ടും കൂടി അങ്ങ് കണ്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു പോയിട്ട് വീണ്ടും ഓട്ടോ വിളിച്ചൊക്കെ വരണം. അപ്പോൾ ഇരട്ടി ഓട്ടോ ചാർജ് കൊടുക്കണം. അതുകൊണ്ട് ഇങ്ങോട്ടിങ്ങ് പോരുന്നു. കുഞ്ഞു ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പുറത്തെ ആൾക്കാരുണ്ട്. ഇല്ല, എവിടെയെങ്കിലും നിൽക്കുമ്പോൾ എടുക്കാനെന്നല്ലേ പറഞ്ഞേ? Stay in the groove, even when your connection drops. With Spotify Premium's offline backup, you're recently... ഏതോ കണ്ടു, ഞാൻ എടുത്തായിരുന്നു. അല്ല, അത് പച്ചക്ക് കഴിക്കുന്ന ഇല്ല. ആ പ്ലാവിന്റെ തൈ തേൻ വരിക്കണ്ടല്ലോ. ഇത് നല്ല മധുരമുള്ള സാധനമാണ്. ബാക്കിയുള്ള പിന്നെ J33 ഉണ്ട്. ഇത് ചക്കയ്ക്ക് വലിപ്പം കൂടുതലായിരിക്കും. അത് നല്ലതാണ്. അത് നല്ല ഇതുപോലെ നമ്മൾ വെക്കാം.
ചാമ്പ വേണോ? ചാമ്പ മറ്റേ ഇത് മാത്രമല്ല, പനിയൂർ ചാമ്പയുണ്ട്, മറ്റേ ആപ്പിൾ ചാമ്പയുണ്ട്, വെള്ളി ചാമ്പയുണ്ട്. പനിനീർ ചാമ്പയുണ്ടോ? ഡാൻസ് കളിക്കുന്നു. രാമ അപ്പൊ അതെടുക്കും. രാമ അയ്യോ ഒന്ന് അനങ്ങുന്നുണ്ടോ? നോക്കാം, ഇത് ഞാൻ പിടിക്കാം, മറ്റേ അകത്ത് വെക്കാം. കുഞ്ഞ അപ്പച്ചനെ കാണാൻ പോയ കാര്യം പറഞ്ഞേ. അപ്പച്ചനെ കാണാൻ പോയെന്ന് പറ. അച്ചപ്പനെ കാണാം. അച്ചപ്പനെ കുഞ്ഞു മെഴുകുതിരി കത്തിച്ചെന്ന് പറ. മെഴുകുതിരി കത്തിച്ചെന്ന് പറ അപ്പച്ചൻ്റെ കൂടെ. ഒരു ഉമ്മോട് അങ്ങോട്ട് കാണില്ലേ, കുഞ്ഞിനെ കാണില്ല. ഒരു പ്രാവശ്യം മറിച്ചാൽ 500 രൂപ കൂലി, കുറച്ചെടുത്താൽ മാറിയാക്കളെ 500 രൂപ. ഇത് കുറ്റിക്കുരുമുളക് വളരത്തില്ല. 2 കളറുണ്ട് ഇതിന്റെ. ഇതിന്റെ വെള്ളയും ചോദിച്ചു. വെള്ള ഇല്ലായിരുന്നോണ്ട് അത് മേടിക്കാതെ ഇങ്ങ് പോരും. മഞ്ഞ മേടിച്ചു. ഇതൊക്കെ അമ്മ മേടിച്ചത് കേട്ടോ. പ്ലാവ്, മാവ്, അത് കലതിയുടെ വെള്ള. അതിലൂടെ വേറൊരു കളറാണ് നമ്മള് മേടിച്ച കുറ്റിക്കുരുമുളക്, പനിനീർ ചാമ്പ, ഇത് പേര, മൂവാണ്ടൻ മാവ്. നമുക്കില്ലല്ലോ. ഇത് എന്തുവാ, മുന്തിരിപ്പേര. ഇത് ചീമപ്ലാവ്. ചീമപ്ലാവ് മേടിച്ചതിന് അമ്മ വഴക്ക് പറയും. ചീമപ്ലാവ് വെക്കരുതെന്നാ പറയുന്നത്. ചിലര് പറയും വെക്കരെ ചുമ്മാ. ഈ ഇഞ്ചിയോ താഴെ എന്തോ പണിയുന്നു. ഇതെന്ത് ഇഞ്ചി എന്തോ? ഇതിന്റെ പേരെന്തോ അമ്മി? അത് ജമന്തി. ജമന്തി. ജമന്തി 4 സൈസ്, 4 സൈസിൽ 4 കളറുള്ളത്. മുല്ലയുടെ കുറ്റിമുല്ല കണ്ടത് 3 എണ്ണം ഉണ്ട്. നാട് മറ്റേത് ഒരെണ്ണം 30 രൂപ. പക്ഷെ അത് നല്ലതായിരുന്നു. വീഴും കുഞ്ഞോ. ഡെബമ്മേ ഭയങ്കര സർക്കസുകാരനാണ്. എന്തോ അയ്യോ വേണ്ട. ഇന്നലെ വീട്ടിൽ എന്തോ എന്തോ എടി കുഞ്ഞോ കണ്ടോ, വണ്ടി മേടിച്ചു കണ്ടോ. ഒരാള് രാവിലെ ജോലിക്ക് പോയതാ. അങ്ങോട്ട് ഓടി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ചോദിച്ചാ പോരായിരുന്നു. ഇന്ന് വരണോന്ന് ചോദിച്ചിട്ട് അങ്ങ് പോയാ പോയി. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. എല്ലായിടവും കയറി ഇറങ്ങി കണ്ടു പോരുന്നു ഇല്ലയോ? അതെ, സമാധാനപരമായിട്ടാ. ആദ്യമായിട്ടാ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ പോയിട്ട് വന്നു. അതുകൊണ്ട് എന്താ ഓട്ടോയിൽ ഇരിക്കാൻ സ്ഥലമില്ല, കേറാൻ സ്ഥലമില്ല. പിന്നെ കുത്തി ഓടിച്ച് എല്ലാത്തിനും. നമ്മുടെ കാലം തിരുമ്മിത്തരാവോ? ഒന്ന് തിരുമ്മിത്താവുന്നു. എൻ്റെ മുത്തൻ്റെ കാലം തിരുമ്മിത്തരാവോടാ, കുഞ്ഞോയ്ക്ക് വയ്യ.
നല്ല പുലി ഇങ്ങനെ 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 അമർത്തി തിരുമണം. ആ അതാ പറഞ്ഞു, ഒന്ന് തിരുമിത്താ കുഞ്ഞോ. മാമി അടിക്കാനല്ല പറഞ്ഞു, തിരുമിത്താ കുഞ്ഞോ. എടാ മുത്തേ എൻ്റെ കാല് തിരുമേ. എടാ മുത്ത ഒന്ന് തിരുമിത്താടാ. മുത്ത എൻ്റെ കാലം തിരുമിത്താടാ. തിരുമി തരത്തുമില്ല, തിരുമാൻ സമ്മതിക്കത്തുമില്ല. തിരുമ കാല് വേന എടുക്കുന്നു. എൻ്റെ കാല് വേന എടുക്കുന്നു. ഞാൻ കാര്യം ഇപ്പൊ ആ പേരക്ക ഇരിക്കുന്നു, ചക്ക ഇരിക്കുന്നു. ഇത് എവിടുന്ന് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇച്ചിരി നേരം കിടക്കുകയും വേണം. പാലിരിപ്പില്ലേ? ഇരിപ്പുണ്ടമ്മേ? ഐസ് ഒന്നും വേണ്ട പിള്ളേർ. കൊച്ചിന്റെ സൈസ് എത്ര? ഓക്കെ 80 മതി. എന്തോ കൊച്ചിനെ വിളിച്ചു നിർത്തി അവമാനിക്കുന്നേ. ഒരാടെ മാത്രമല്ല, രണ്ടുപേരുടെ അങ്ങോട്ട് എന്നിട്ട് നാണിക്കുന്ന എന്തിനാ അളവെടുക്കാൻ. അപ്പച്ചൻ അവിടുന്ന് വന്നായിരുന്നോ? വന്നാ കൂടെ വയൽവാണിപ്പത്തിന് പോകാൻ വന്നായിരുന്നോ? കൊച്ചുമോനെ കണ്ടപ്പം വന്നേ ആയിരിക്കും. ഓ എനിക്കിത് ഇങ്ങനെ മതി. നമ്മളിപ്പോ പോയി മേടിച്ചോണ്ട് വന്ന് മാങ്ങ കഴിച്ചു നോക്കട്ടെ. വലത്തോ ഇടത്തോ? റൈറ്റ് ഓർ ലെഫ്റ്റ്? ഇടത് കണ്ണ് തുടിച്ച ഇണയെ കാണുന്നുണ്ട്. ഇല്ലയോ ഊക്കേ? ഇടത് കണ്ണ് തുടിച്ചാൽ ഇണയെ കാണുമെന്നല്ലേ ഊക്കുവേ? ആ അതേണ്ട മുത്തിന് ഇടത് കണ്ണ് തുടി. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് ചിരിക്കാൻ വയ്യ. എന്തോ അയ്യോ ഇത് വേണ്ട ചക്കപ്പുരാൻ. ആ താങ്ക് യു സോ മച്ച്. ചക്കക്കുരു എടുത്തിട്ട് ഞങ്ങളിവിടെ കിടക്കുവാ പ്രിയങ്ങൾ. എനിക്ക് ക്ഷീണമായി. ഇവിടെ എന്തുവാന്ന് എനിക്ക് അറിഞ്ഞു. ഒരാളവിടെ അമ്മമ്മയും മക്കളും എല്ലാം കൂടെ ചക്ക വിട്ടു. അപ്പൊ അടുത്തേക്ക് വെയില് കൊണ്ട് ക്ഷീണം ഒട്ടും വയ്യ, തളരുവാങ്ങ്. നല്ല വെയിലായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോ. അങ്ങോട്ട് പോയപ്പോ കുഴപ്പമില്ലായിരുന്നു, രാവിലെ ആയിട്ട്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ നല്ല വെയില്. ആ മാമി ഇതേന്ന് ചക്ക ഇട്ടോണ്ട് പോകാൻ പറഞ്ഞു. വിളഞ്ഞു കിടക്കും. സീരിയലാ അല്ല, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടുക്കള ജോലി ചെയ്യുന്ന പോലെ. മാമി നൈറ്റ് എടുത്തോണ്ട് വരാൻ പറയട്ടെ മുത്തിനോട്. നൈറ്റ് എടുത്തോണ്ട് വരാൻ പറയട്ടെ. എല്ലാരും ഒരുങ്ങി അങ്ങ് ഇരിക്കുവാ. ചക്ക തീറ്റിയാണ്, ചക്ക തീറ്റി. കുറേശ്ശെ കഴിക്കും മോനുകുട്ട. എന്തെടുക്കുവാ? മിഴുക്കോട്ട് ഇരിപ്പില്ലയോ? അതൊക്കെ മതിയായിരുന്നു. ഞാൻ അവിടുന്ന് എടുത്തോണ്ട് വരാം. മിഴുക്കോട്ട് അമ്മ ചേച്ചി ഇവിടെ കാണുമെന്ന്. ചക്ക ഇടാൻ പോവാ.
മോനെ അത് വാങ്ങിച്ച് പിടിക്കേക്കളെ, മാമിക്ക് കൈ വയ്യ. ആമസോൺ വനാന്തരങ്ങളിലൂടെ ഞങ്ങൾ ചക്ക പറിക്കാൻ പോവാണ് പ്രിയകളെ. അവിടെ 2-3 പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. ചക്ക, മാങ്ങ, തണ്ണിമത്തൻ, പേരക്ക, ഇങ്ങനത്തെ ഭക്ഷണം ഇതൊക്കെയാ. മണി 3 ഒരെണ്ണം ഒരാഹാരം കഴിച്ചിട്ടില്ല. അയ്യോ, കിട്ടിയില്ലയോ? ഞങ്ങള് ചക്ക ഇടാൻ വന്നിക്കുക. ഞങ്ങളല്ല, അവരവിടെ ചക്ക ഇടുന്നുണ്ട്, ഞങ്ങള് കാണാൻ വന്നതാ. ഓണ്ട് കണ്ടോ കണ്ടോ. ആരും ചോറുണ്ടില്ല, ചോറൊന്നും വേണ്ട ആർക്കും. എന്താക്കള് കുഞ്ഞു ചെരുപ്പിടാഞ്ഞ എന്താ? മമ്മി താഴെ നിർത്തട്ടെ? മാമിച്ചു വയ്യ, നിർത്തട്ടെ. ഇതാ നല്ലത്, ഇതാ കറക്റ്റ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാ കഴിക്കാൻ നല്ലത്. പങ്ക് വാങ്ങിക്കാൻ ഇവിടെ നിൽക്കുക ഒരാള് കാവല്. ഞാൻ രാവിലെ 7:30 നമ്മൾ ഇവിടുന്ന് പോയതാ. 7:30 പോയി അപ്പത്തിന്റെ സെമിത്തേരി പോയി, അവിടുത്തെ ധൂപം വെപ്പൊക്കെ കഴിഞ്ഞു. അവിടുന്ന് നേരെ നമ്മള് അമ്മമ്മ കുറെ ദിവസം കൊണ്ട് വഴക്കുണ്ടാക്കുവാണ്, വയൽവാണിപ്പത്തിന് പോകണമെന്ന്. അവിടെ പോയിട്ട് നേരെ വന്ന് അമ്മമ്മയുടെ അടുത്ത് ഇരുന്നു. ഇപ്പോഴാ തിരിച്ചു വന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറെ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. വന്നു. നാളെ ഈസ്റ്റർ അല്ലേ, അപ്പോൾ അമ്മമ്മയുടെ അടുക്കലാണ് എല്ലാം കേട്ടോ. അപ്പോൾ ഞാനാണ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്, മാമിയാണ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ജാനിക്കുട്ടി വന്നിട്ടുണ്ട്, മുറ്റമൊക്കെ തൂത്തുമായിരുന്നു. ജാനിക്കുട്ടി മോനിക്കുട്ടനും കൂടെ മുറ്റമൊക്കെ തൂക്കുവാണ്. എനിക്ക് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട്, വാഷിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് അല്ലാതെ കഴുകിയിടണം. ഞാനതെല്ലാം ഒന്ന് കഴുകി ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആവണം. വീഡിയോ എഡിറ്റിങ്ങും കുറേ പണികൾ പെൻഡിങ് ആണ്, വീഡിയോ എഡിറ്റ് ചെയ്തില്ല, അതൊക്കെ ചെയ്യണം. മാമി ആ ചെടിച്ചട്ടിക്കകത്തൊക്കെ വെള്ളം കെട്ടി കിടക്കുമായിരുന്നു, പിന്നെ അങ്ങോട്ട് ഒഴിച്ചപ്പോ പിന്നെയും വെള്ളം കെട്ടി. മഴ പെയ്ത് നിറഞ്ഞു കിടന്നു. ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. എനിക്ക് അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വന്നത് നല്ല വെയിലത്ത്, അതുകൊണ്ട് എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് ഇന്ന് അവധി എടുത്തു. ഇപ്പം തിങ്കളാഴ്ച പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ നമ്മുടെ ഈസ്റ്റർ വിശേഷങ്ങളുമായിട്ടൊക്കെ കാണാം. എൻ്റെ പണികളൊക്കെ ഒതുക്കട്ടെ. മഴക്കോളുണ്ട്, മഴ പെയ്യുമോയെന്നറിയത്തില്ല. ജാനിക്കുട്ടി മുറ്റം തൂക്കുന്ന സമയം കൊണ്ട് തുണിയൊക്കെ കഴുകി അവർ രണ്ടുപേരുടെ വിരിക്കും. മുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ജംഗ്ഷനിലോട്ട് പോയതാണ്. ഞാൻ അപ്പോൾ ജോലി തീർക്കട്ടെ കേട്ടോ. വാഷിംഗ് മെഷീൻ ചാദിച്ചത് കൊണ്ട് ഇനി നമ്മൾ തന്നെ വാഷിംഗ് മെഷീൻ. അപ്പൊ നമുക്ക് തൂത്തുവാരി തുണിയും കഴുകി നാളത്തെ ആഘോഷം നാളെ മാമിയും കുഞ്ഞോയും ഒക്കെ ഇങ്ങോട്ട് വന്നു. അങ്ങനത്തെ പണി വേഗം നടക്കും. മാമിക്ക് തുണി കഴുകിയാൽ മാത്രം മതി. ഭയങ്കര കൊതുക്. അതാ ഇവിടെ വെള്ളം കെട്ടി കിടക്കണുണ്ടാവും. കൊതുക് മുട്ട ഇട്ട് വെക്കും. മോനെ അങ്ങോട്ട് തൂത്ത് കൂട്ടണം മക്കളെ. ആ
മാമി എന്നാ തുണി കഴുകട്ടെ. വെയിലില്ലല്ലോ, മഴ പെയ്യും. എനിക്കില്ലേ അവിടെ എത്താത്തല്ലോ ചേച്ചിക്കാരല്ല മീൻ അച്ചാറിടാനില്ലേ വെളിച്ചെണ്ണ മേടിപ്പിച്ച അച്ചാച്ചനെ കൊണ്ട്. ചെൽ, മാമി നാളെ ഇളപ്പൊന്ന് വരണ്ടേ? നാളെ രാവിലെ വരണേ ഇത് കാണാതാ അപ്പാമ്മയുടെ അടുക്കലോട്ട്. ഓക്കെ, ഇല്ല രാവിലെ ഇല്ല കൊച്ചേ, എന്തെങ്കിലും കൊണ്ടുവരും 3 മണിക്കാ. അതിനോ എന്തോ അണ്ണനുണ്ട് അവിടെ, എല്ലാം ഉണ്ട്. എന്തുവാ മാമി മാമി ഇളപ്പൊന്ന് വരണേ? ചിക്കൻ മേടിക്കാൻ വിട്ടത് ഒരാളെ, നാളെ എങ്ങാണ്ട് റോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതിനുള്ള ചിക്കനും കൂടെ ഒക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ബീഫ് മേടിച്ചിരിക്കണം കേട്ടോ. ബീഫ് മേടിക്കാത്തതിന്റെ കാരണം അറിയാമല്ലോ, എല്ലാവർക്കും അതും ഇതൊക്കെ ഇങ്ങനെ, അതുകൊണ്ട് പേടിച്ച് ബീഫ് മേടിച്ചില്ല. തുണി കുറേ കഴുകി, വയ്യ, കുളിച്ച് വന്നതേ ഉള്ളൂ. അമ്മ ചോറ് തന്നിട്ടുണ്ട്. ആ മിറ്റം തൂക്കാനൊക്കെ പോയി ഏതാണ്ട് ഉറുത്താമ്പുഴി ഉറുത്തിയാന്ന് ഇവിടെ എല്ലാം ചൊറിഞ്ഞു തടി. അപ്പൊ നാളെ ആ റോൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഫുൾ ചിക്കനായിട്ടാണ് മേടിച്ചോണ്ട് വന്നു. അപ്പൊ അതിന്റെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ മുത്തിനെ ഏൽപ്പിച്ചേക്കും. എനിക്കൊന്നും വയ്യ, ഞാൻ വീഡിയോ പോലും എഡിറ്റ് ചെയ്തില്ല ഇന്നത്തെ. ചോറുള്ളത്, രാത്രിയിലത്തേക്കുള്ള ചോറ് അമ്മ തന്നു ഇട്ടിട്ടുണ്ട്. ഉള്ള കൂട്ടാനൊക്കെ കൂട്ടിയെന്ന് നമ്മൾ കഴിക്കും. ഇതൊക്കെ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നേ ഉള്ളൂ. അങ്ങനെയാണ്, ഫോഴ്സ് ഇല്ല, ടാങ്ക് താത്തി ഇട്ടില്ല. ഇതൊക്കെ നാളെ സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ളത്. അതുകൊണ്ട് എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചിക്കൻ മസാലയൊക്കെ നമുക്ക് രാവിലെ കറി വെക്കാൻ വേണ്ടി ഞാൻ മേടിപ്പിച്ചത്. മുട്ട, ചതച്ച മുളക് എല്ലാം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഇരിക്കട്ടെ ഞങ്ങളെ കാല് വേദന എടുക്കും. മുട്ട എടുത്ത് വെച്ചില്ല കേട്ടോ. മുട്ട അവിടെ ഇരിക്കട്ടെ, ഞാൻ എടുത്ത് വെക്കാം. ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഇരിക്കട്ടെ. മുട്ട ഒന്നും എടുത്ത് വെച്ചില്ല. നമുക്ക് രാത്രി മസാല ദോശ കഴിക്കും. ചോറ് കറികളൊക്കെ ഇരിപ്പുണ്ട്. കറികളെന്ന് വെച്ചാൽ ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്. പഴുത്ത മാങ്ങക്കറി അമ്മ തന്നത് എടുത്തില്ല. ഇഞ്ചിക്കറി അതൊക്കെ ഉള്ളു കേട്ടോ. അതെന്ന് വെച്ചാൽ വലിയ വിപുലമായിട്ടുള്ള കറികളൊന്നുമില്ല. അപ്പോൾ 2 മസാല ദോശ വാങ്ങിച്ചു, കഴിക്കാം. അന്നത്തെ അത്താഴം ഇങ്ങനെ ഇരിക്കട്ടെ. സാമ്പാർ, ചമ്മന്തി ഇതിനകത്തുണ്ട് കേട്ടോ. ചമ്മന്തി വേണോ പാത്രം? മോനുകുട്ടോ, കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.